കഴിഞ്ഞ ദിവസം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള സമയത്താണ് 3 ഇടങ്ങളിലായി പ്രതി അഫാൻ 5 പേരെ കൊലപ്പെടുത്തിയത്. ആദ്യം കൊലപ്പെടുത്തിയത് പിതാവിന്റെ മാതാവിനെ. അത് പാങ്ങോടായിരുന്നു സംഭവം. പിന്നീടെത്തിയത് ഇവിടെ പിതാവിന്റെ മൂത്ത ജ്യേഷ്ഠൻ അബ്ദുൽ ലത്തീഫും ഭാര്യ സാജിദയും താമസിക്കുന്ന വീട്ടിലേക്ക്. ഇത് എസ് എൻ പുരം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഈ വീട്ടിൽ കൊലപാതകം നടക്കുമ്പോൾ പരിസരത്തുള്ള ആരും അതേക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. അതിനൊരു കാരണം കൂടിയുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്. ഈ വീടിന് തൊട്ടടുത്ത ഒഴിഞ്ഞ പറമ്പാണ്. പിന്നെ അടുത്തുള്ള ഒരു വീടാണ്. അവിടെയും വൃദ്ധരായ ആൾക്കാരാണ് താമസിക്കുന്നത്. എന്നാൽ ഈ വീടിന്റെ മുൻവശത്തെ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. പൂർണ്ണമായും ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ വീടുകളോ മറ്റു കെട്ടിടങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നിന്നൊരു നിലവിളി ഉയർന്നാൽ, ബഹളം കേട്ടാൽ പെട്ടെന്ന് ആരെങ്കിലും ഓടിയെത്താൻ ഇല്ല. ഇത് തന്നെയാണ് ഈ കൊലപാതകി ഇവിടെ എത്തുമ്പോൾ കൊല നടത്തുന്നതിന് അനുകൂലമായ ഒരു സാഹചര്യമായി മാറിയതും. മാത്രമല്ല 23-കാരനായ ബന്ധു വീട്ടിലേക്ക് വരുമ്പോൾ അത് കൊല നടത്തുന്നതിന് വേണ്ടിയാണെന്ന് ഈ വീട്ടുകാർ ധരിച്ചിരുന്നതുമില്ല. ഈ വീട്ടിലേക്ക് എത്തി ഹാളിലാണ് ലത്തീഫിന്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ മുഖത്ത് 20ഓളം മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. അതായത് ചുറ്റിക കൊണ്ടാണ് മുഖത്തടിച്ചത്. നെഞ്ചിന് മുകളിൽ തലയ്ക്ക് ക്ഷതമേറ്റായിരുന്നു മരണം. ഇതേ രീതിയിൽ തന്നെയാണ് സാജിദയും കൊല്ലപ്പെട്ടത്. നെഞ്ചിന് മുകളിൽ തലയ്ക്ക് അടിയേൽക്കുകയായിരുന്നു. നിരവധി തവണ ഇത്തരത്തിൽ അടിയേറ്റു. ഈ വീടിന്റെ ഹാളിൽ സോഫയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു അബ്ദുൽ ലത്തീഫിന്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. അടുക്കളയിലായിരുന്നു സാജിദയുടെ മൃതദേഹവും. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് പിന്നീട് അന്വേഷണ സംഘം കൊണ്ടുപോവുകയും ചെയ്തു. സന്തോഷ് മണക്കാടിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.